മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായി തന്റേതായ ഹാസ്യശൈലി കൊണ്ടും കുടുംബനായകൻ ഇമേജ് കൊണ്ടും പ്രേക്ഷക മനം കവർന്ന നടനാണ് ജയറാം. 2 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നിരവധി ജനപ്രിയ കഥാപാത്രങ്ങളും സ്വന്തമാക്കി മലയാള സിനിമയിൽ തന്റേതായ ഇടം ഉറപ്പിച്ച താരം അടുത്തകാലത്തായി സോഷ്യൽ മീഡിയയിലെ ട്രോൾ പേജുകളിൽ സജീവ ചർച്ചാ വിഷയമാണ്. സിനിമയിലെ പ്രകടനങ്ങൾക്കപ്പുറം അഭിമുഖങ്ങളിലും മറ്റും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന അമിത വിനയമാണ് ട്രോളന്മാർ ഏറ്റെടുത്തിരിക്കുന്നത്. തനിക്കെതിരെ വരുന്ന ഇത്തരം ട്രോളുകളെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ജയറാം. സാധാരണയായി ആളുകൾ നേരിടുന്ന വിമർശനം അഹംഭാവം കൂടുതലാണെന്നോ സിനിമയിൽ വന്നതിനു ശേഷം ജാട കൂടിയെന്നോ ഒക്കെയാണ്. എന്നാൽ വിനയം കൂടിപ്പോയതിന്റെ പേരിലുള്ള വിമർശനങ്ങൾ ഞാൻ ആദ്യമായാണ് കേൾക്കുന്നത്. പക്ഷേ ഇതെന്റെ ഒരു സ്ഥായിയായ ഭാവമാണ്. എനിക്കത് മാറ്റാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോൾ എത്രയൊക്കെ ബലം പിടിച്ചിരിക്കാൻ ശ്രമിച്ചാലും എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല. എന്റെ മുഖഭാവം അങ്ങനെയായിപ്പോയി, ശീലങ്ങൾ അങ്ങനെയായിപ്പോയി. അതല്ലാതെ ഒരു ആർട്ടിഫിഷ്യൽ ഫേസ് എടുത്തണിഞ്ഞ് നടക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഇതൊന്നും ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയതുമല്ല. ജന്മനാ എന്റെ മുഖം ഇങ്ങനെയാണ്. ചിലപ്പോൾ ചിലർക്ക് അത് ചീത്തയായി തോന്നിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആളുകൾക്ക് ട്രോളാനുള്ള സാഹചര്യങ്ങൾ മാക്സിമം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എങ്കിലും ഇതിപ്പോൾ എന്റെ തൊഴിലിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. അല്ലാതെ അയ്യോ എന്നെ ആളുകൾ കളിയാക്കുന്നു, ഞാൻ നാളെ അഭിനയമൊക്കെ നിർത്തി പോവുകയാണ് എന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 38 വർഷമായിട്ട് ഞാൻ ഈ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രോളുകളെയും വിമർശനങ്ങളെയും കൂടെ കൂട്ടുക, അത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് വിചാരിക്കുക, അത്രമാത്രമേ ഉള്ളൂ എന്നും ജയറാം പറയുന്നു. ജയറാമിനെ കുറിച്ച് നിരവധി വിമർശനങ്ങളും ട്രോളുകളുമൊക്കെ എത്താറുണ്ട്. ഈ അടുത്ത കാലത്ത് ശരിക്കും പറഞ്ഞാൽ ജയറാമാണ് ഈ വിമർശകരുടെയും ട്രോളന്മാരുടെയും ഒക്കെ പ്രധാന ഇര എന്ന് വേണമെങ്കിൽ പറയാം. സോഷ്യൽ മീഡിയയിലെ ട്രോളുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 2020 സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരണത്തിന്റെ ട്രോള്. ആ സമയത്ത് എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞ കഥകളിലെ വൈരുദ്ധ്യത്തിന്റെ പേരിലാണ് താരം ട്രോളുകൾ നേരിട്ടത്. ഈയടുത്ത് തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജയറാം പറഞ്ഞത് താൻ ദീപാവലി ആഘോഷിക്കാൻ പോയി എന്നായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാകട്ടെ ശബരിമലയ്ക്ക് പോയതാണെന്നും. ഇത് രണ്ടും ചൂണ്ടിക്കാണിച്ച് ജയറാമിനെ ട്രോളുകയായിരുന്നു സോഷ്യൽ മീഡിയ. നേരത്തെ തനിക്ക് തമിഴ്നാടുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതും ട്രോളുകൾ നേരിട്ടിരുന്നു. ഞാൻ പറഞ്ഞതിൽ തെറ്റു വന്നിട്ടുണ്ട്. ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. അത് 10-20 വർഷം മുൻപ് നടന്ന സംഭവമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കൃത്യമായി ഓർമ്മയില്ല. മദ്രാസിലേക്ക് പോയതാണോ എന്താണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതുമായി ബന്ധപ്പെട്ട അതിൽ പ്രവർത്തിച്ചവരോടും ഞാൻ ചോദിച്ചു. അവർക്കും ഓർമ്മയില്ല. ഞാൻ അവിടെ 5-6 ദിവസം നിന്നിട്ടുണ്ട്. 10-20 വർഷം മുമ്പത്തെ കാര്യമാണ്. പ്രായാധിക്യം കൊണ്ടാകും മറവികൾ വരുന്നത്. മനഃപൂർവ്വമാണ് എന്നും ജയറാം പറയുന്നു. എന്റെ അമ്മ കുംഭകോണമാണ്, അച്ഛൻ പാലക്കാടാണ്. അച്ഛന് ജോലി പെരുമ്പാവൂരിൽ കിട്ടി. അങ്ങനെ പെരുമ്പാവൂരെത്തി. മുത്തച്ഛൻ പെരുമ്പാവൂരുകാരനായിരുന്നു. ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം പെരുമ്പാവൂരായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് മലയാളം വശമില്ലാത്തതിനാൽ അമ്മയോട് സംസാരിച്ചിരുന്നത് തമിഴിലായിരുന്നു. അമ്മ മരിക്കുന്നത് വരെ തമിഴിലായിരുന്നു സംസാരിച്ചിരുന്നത്. ഇപ്പോഴും എത്രയോ ബന്ധം അവിടെയുണ്ട്. കുടുംബക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ പോകാറുണ്ട്. ഒന്നും ഉണ്ടാക്കി പറഞ്ഞതല്ല എന്നും ജയറാം പറയുന്നു. കഴിഞ്ഞ 32 വർഷമായി താമസിക്കുന്നത് മദ്രാസിലാണ്. ജോലിയുടെ ഭാഗമായി അവിടെ പോകുകയും സെറ്റിലാവുകയുമായിരുന്നു. അങ്ങനെ ചെന്നൈക്കാരനായി. പെരുമ്പാവൂർ വീടൊക്കെയുണ്ട് എന്ന് കരുതി അതാണോ ഇതാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? കേരളത്തിലുള്ളവർ എത്രയോ കാലങ്ങളായി ഡൽഹിയിലും ബോംബെയിലും ദുബായിലും ജോലി ചെയ്യുന്നുണ്ട്. ഇത്രയും കാലം ഡൽഹിയിൽ ജോലി ചെയ്ത ഞാൻ ഡൽഹിക്കാരനാണെന്ന് പറയാനാകുമോ?